ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും അരീക്കോട് ITI ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആംഗിൾ പ്ലേറ്റിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITIയിലെ സീനിയർ സ്റ്റുഡൻ്റാണ്. ഒരു വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ആംഗിൾ പ്ലേറ്റ്. വർക്ക്ഷോപ്പിന് മുകളിൽ നമ്മൾ സാധാരണ രീതിയിൽ അത് കാണൽ ഒരു സർഫസ് പ്ലേറ്റിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആംഗിൾ പ്ലേറ്റ് കാണുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു മാർക്കിംഗ് ടൂളാണ്. മാർക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആംഗിൾ പ്ലേറ്റ്. ആംഗിൾ പ്ലേറ്റ് ഹാസ് ടു അക്യുറേറ്റ് പ്ലെയിൻ സർഫസസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. അപ്പോൾ നമ്മൾ ആംഗിൾ പ്ലേറ്റ് നോക്കിയാൽ രണ്ട് സർഫസ് ഉണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് നമ്മൾ എവിടെയാണോ സർഫസ് പ്ലേറ്റിൽ വയ്ക്കുന്ന സർഫസ്, ഒന്ന് അത് കുത്തനെ, ഒന്ന് സർഫസ് പ്ലേറ്റിന് മുകളിൽ വയ്ക്കുന്നു, ഒന്ന് വർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടിതായിട്ട് കാണാൻ പറ്റും. അത് കറക്റ്റ് 90 ഡിഗ്രിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ സർഫസ് പ്ലേറ്റ് ഫോർ സപ്പോർട്ടിംഗ് വർക്ക് ഇൻ ദ പെർപെൻഡിക്കുലർ പൊസിഷൻ ഫോർ മാർക്കിംഗ് ആൻഡ് വേരിയസ് മെഷീനിങ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് സർഫസ് പ്ലേറ്റിൻ്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയാണുള്ളത്. വർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാണ്. നമ്മൾ പ്രധാനമായിട്ട് സർഫസ് പ്ലേറ്റിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ആംഗിൾ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് മെഷീനിങ് ഓപ്പറേഷൻസോ മാർക്കിംഗ് ഓപ്പറേഷൻസോ ഒക്കെ നടത്തുമ്പോൾ വർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ജനറലി ദീസ് ആർ മെയ്ഡ് ഓഫ് ക്ലോസ്ലി ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ ഓർ സ്റ്റീൽ. ആംഗിൾ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലോസ് ഗ്രൈൻഡ്, അടുത്തടുത്ത് ഗ്രെയിൻസ് ഉള്ള കാസ്റ്റ് അയൺ കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ആണ്. ദി എഡ്ജസ് ആൻഡ് എൻഡ്സ് ആർ ആൾസോ മെഷീൻഡ് സ്ക്വയർ. ഇതിൻ്റെ എഡ്ജസും സൈഡ്സൊക്കെ എന്താണ്, അറ്റങ്ങളൊക്കെ എന്താണ് നല്ല കറക്റ്റായിട്ട് മെഷീൻ ചെയ്ത് സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ദേ ഹാവ് റിബ്സ് ഓൺ ദി അൺമെഷീൻഡ് പാർട്ട് ഫോർ ഗുഡ് റിജിഡിറ്റി ആൻഡ് സോ ടു പ്രിവെൻറ്റ് ഡിസ്റ്റോർഷൻ. ഇതിൽ മെഷീൻ ചെയ്യാത്ത ഭാഗങ്ങളിൽ ഇതിൻ്റെ റിബ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ വളവ് ഇല്ലാതിരിക്കാൻ വേണ്ടി. ആ റിബ്സ് നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ ഇടതുഭാഗത്ത് അറിയാൻ പറ്റും. ഇതൊരിക്കലും വളവ് കുടുങ്ങാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിബ്സ് സെൻറ്ററിലൂടെ ഒരു ക്രോസ് റിബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിബ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കും. അടുത്തത് ടൈപ്സ് ഓഫ് ആംഗിൾ പ്ലേറ്റ്സ്. പ്രധാനമായി ആംഗിൾ പ്ലേറ്റിൻ്റെ തരങ്ങൾ. ഫസ്റ്റ് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ്, ഒന്നാമത്തെ തരമാണ് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ്. ദ പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ. ഏറ്റവും സാധാരണ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ആംഗിൾ പ്ലേറ്റ് ആണ് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ്. ഇറ്റ് ഹാസ് ടു പ്ലെയിൻ സർഫസസ് പെർഫെക്റ്റ്ലി മെഷീൻഡ് ടു 90 ഡിഗ്രി ടു ഈച്ച് അതർ. ഇതിന് രണ്ട് മെഷീൻ്റെ സർഫസ് ഉണ്ടാവും. അത് 90 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചിത്രം നോക്കി അറിയാൻ പറ്റും. രണ്ട് മെഷീൻ സർഫസ്, ഒന്ന് നമ്മൾ സർഫസ് പ്ലേറ്റിൻ്റെ മുകളിൽ വയ്ക്കുന്നത്, ഒന്ന് വർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. The angle plates are suitable for supporting work pieces during layout. നമ്മളൊരു മാർക്ക് ചെയ്യുമ്പോൾ വർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ദേ ആർ കമ്പാരിറ്റീവ്ലി സ്മാൾ ഇൻ സൈസ്. ഈ പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് ബാക്കിയുള്ള ആംഗിൾ പ്ലേറ്റായിട്ട് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്. The two plane surfaces of this type angle plates have slots meld. The രണ്ട് പ്ലെയിൻ സർഫസ് ആണ് ഇതിലുള്ളത്. അവിടെ ആ രണ്ട് സർഫസിൽ എന്താണ് സ്ലോട്ടുകൾ ചെയ്തിട്ടുണ്ട്, സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഹോൾസ് എന്ന് അറിയാൻ നമുക്ക് കാണാൻ പറ്റും, ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ബിഗ്ഗർ ഇൻ സൈസ് ദാൻ ദ പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ്. ഇത് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റിനേക്കാളും കുറച്ച് സൈസ് കൂടിയതാണ്. ദ സ്ലോട്ട്സ് ആർ മെഷീൻഡ് ഓൺ ടോപ്പ് പ്ലെയിൻ സർഫസസ് ഫോർ അക്കോമഡേറ്റിംഗ് ക്ലാമ്പിംഗ് ബ്ലോക്ക്. ഇത് ക്ലാമ്പിംഗ് ബോൾട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെറിയ ഹോൾസും ചെയ്യുന്നത്. ആ ഹോൾസിന് മുകളിൽ നമുക്ക് വർക്ക് ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ചിത്രത്തിന് താഴെ കാണുന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ഒരു വർക്ക് ആംഗിൾ പ്ലേറ്റിന് മുകളിൽ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാമ്പ് ചെയ്ത വർക്കിൻ്റെ മുകളിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം, ബോൾട്ട് ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വർക്കിന് മുകളിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റിൻ്റെ പ്രത്യേകത. ഇനി അടുത്തത് നോക്കുക, സ്വിവൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്. സ്വിവൽ എന്നുള്ള വാക്ക് ഉദ്ദേശം എന്താണ്, സ്വിവൽ എന്ന് തിരിയുക, വർക്ക് നമുക്ക് ഏത് ആംഗിളിൽ തിരിക്കാൻ പറ്റും. ദിസ് ഈസ് അഡ്ജസ്റ്റബിൾ സോ ദാറ്റ് ടു സർഫസസ് ക്യാൻ കെപ്റ്റ് അറ്റ് ആൻ ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതാണ്, ഇത്
ഒരു ആംഗിളാണ് ആംഗിൾ പ്ലേറ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്ക്വയർ 90 ഡിഗ്രി എന്ന് പറഞ്ഞത്. എന്നാൽ ഇതെന്താണ്, ഇത് ഒരു ആംഗിളാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ദ ടു മെഷീൻഡ് സർഫസസ് ആർ ഇൻ ടു സെപ്പറേറ്റ് പീസസ് വിച്ച് ആർ അസംബിൾഡ്. ഇത് രണ്ട് സെപ്പറേറ്റ് പീസായിട്ടാണ് ഇത് വരുന്നത്. അത് ഒരു നെറ്റ് ബോൾട്ട് ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഓൺ വൺ ടു ഇൻഡിക്കേറ്റ് ദ ആംഗിൾ ഓഫ് ടിൽറ്റ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. അപ്പോൾ അത് തിരിയുന്ന എത്ര എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ ആംഗിൾ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബോൾട്ട് ആൻഡ് നെറ്റ് ആർ പ്രൊവൈഡഡ് ഫോർ ലോക്കിംഗ് പൊസിഷൻ. നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടി നെട്ടും ബോൾട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചിത്രം നോക്കിയാൽ അറിയാൻ പറ്റും. ഇടതുവശത്ത് മുകളിൽ കാണുന്ന ചിത്രത്തിൽ ഒരു ആംഗിൾ പ്ലേറ്റിന് മുകളിൽ ഒരു ഫ്ലാഞ്ചിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ആംഗിൾ പ്ലേറ്റിന് ശരിയായ രൂപവും അതിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ബോക്സ് ആംഗിൾ പ്ലേറ്റ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു ആംഗിൾ പ്ലേറ്റ് ആണ് ബോക്സ് ആംഗിൾ പ്ലേറ്റ്. ദേ ഹാവ് അപ്ലിക്കേഷൻ സിമിലർ ടു ദോസ് ഓഫ് അതർ ടു ആംഗിൾ പ്ലേറ്റ്. മറ്റുള്ള ആംഗിൾ പ്ലേറ്റിൻ്റെ അതേ ഉപയോഗം തന്നെയാണ് ഇതിലുള്ളത്. ആഫ്റ്റർ സെറ്റിംഗ് ദ വർക്ക് ക്യാൻ ബി ടേൺഡ് ഓവർ ദി ബോക്സ് എനേബിളിംഗ് ഫർദർ മാർക്കിംഗ് ഔട്ട് ഓർ മെഷീൻ. അപ്പോൾ നമ്മൾ സെറ്റിംഗ് ചെയ്തതിനു ശേഷം എന്താണ്, ആ വർക്ക് നമുക്ക് എങ്ങനെയാണ് തിരിക്കാൻ പറ്റും, ഏത് ആംഗിൾ വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. വേണം മുകളിലേക്ക് തിരിക്കണമെങ്കിൽ മുകളിലേക്ക് ഏത് ആംഗിളും തിരിക്കാൻ പറ്റും. വീണ്ടും നമുക്ക് മെഷീൻ ചെയ്യാനോ മാർക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ദിസ് ഇസ് ആൻ സിഗ്നിഫിക്കൻ്റ് അഡ്വാൻറ്റേജ്. ഇതാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് പറഞ്ഞത് ബോക്സ് ആംഗിൾ പ്ലേറ്റിൻ്റെ. ദിസ് ഹാസ് ആൾ ദ ഫേസസ് മെഷീൻഡ് സ്ക്വയർ ടു ഈച്ച് അതർ. ഓരോ ഫേസും മറ്റതിന് കറക്റ്റ് സ്ക്വയർ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ഗ്രേഡ്സ്. എന്താണ് ഒരു ആംഗിൾ പ്ലേറ്റ്സിൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നോക്കാം. ആംഗിൾ പ്ലേറ്റ്സ് ആർ അവൈലബിൾ ഇൻ 2 ഗ്രേഡ്സ്, ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2. അപ്പോൾ ആംഗിൾ പ്ലേറ്റ് പ്രധാനമായി ലഭ്യമാകുന്നത് 2 ഗ്രേഡിലാണ്, ഗ്രേഡ് 1ഉം ഗ്രേഡ് 2. ഗ്രേഡ് 1 ആംഗിൾ പ്ലേറ്റ്സ് ആർ മോർ അക്യുറേറ്റ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ വെരി അക്യുറേറ്റ് ടൂൾ റൂം ടൈപ്പ് ഓഫ് വർക്ക്. അപ്പോൾ നമുക്കറിയാം 2 ഗ്രേഡ് പറഞ്ഞാൽ അത് ഗ്രേഡ് 1 ഗ്രേഡ് 2 പറഞ്ഞാൽ ഗ്രേഡ് 1 ആയിരിക്കും എപ്പോഴും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രേഡ് 1 ആംഗിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കൃത്യത കൂടിയതാണ്. അത് ടൂൾ റൂം വർക്ക്, നമുക്ക് അത്രയും കൃത്യത കൂടിയ ടൂൾ റൂം വർക്കിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് ഗ്രേഡ് 1 ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ഗ്രേഡ് 2 ആംഗിൾ പ്ലേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ജനറൽ മെഷീൻ ഷോപ്പ് വർക്ക്. അപ്പോൾ ഗ്രേഡ് 2 ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കുന്നതാണ് സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രേഡ് 2 ആംഗിൾ പ്ലേറ്റ് ആണ്. അടുത്തത് സൈസ് ഓഫ് ആംഗിൾ പ്ലേറ്റ്. സാധാരണ ആംഗിൾ പ്ലേറ്റ് വരുന്ന ഏതൊക്കെ സൈസിലാണെന്ന് നമ്മൾ നോക്കാം. ആംഗിൾ പ്ലേറ്റ്സ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ്. വ്യത്യസ്ത തരത്തിലുള്ള ആംഗിൾ പ്ലേറ്റ്സ് വരാറുണ്ട്. ദ സൈസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ നമ്പേഴ്സ്. ഇത് സൈസ് എന്ന് പറഞ്ഞാൽ ഓരോ നമ്പറായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ടേബിൾ ഡൗൺ ഗീവ്സ് നമ്പർ ഓഫ് സൈസസ് ആൻഡ് ദി കറസ്പോണ്ടിങ് സൈസ് പ്രൊപ്പോർഷൻ ടു ദി ആംഗിൾ പ്ലേറ്റ്. ഓരോ തരത്തിലുള്ള ആംഗിൾ പ്ലേറ്റ്സിന് ഇത് ടേബിളിൽ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സൈസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത്ത് 125 mm ആണ്, ബ്രെഡ്ത്ത് 75 mm ആണ്, ഹൈറ്റ് 100 mm ആണ്. ഇതാണ് സൈസ് 1ൻ്റെ സൈസാണ്. സൈസ് 2 ആകുമ്പോൾ അതൊരു 175 ലെങ്ത്തും 100 mm ബ്രെഡ്ത്തും 125 mm ഹൈറ്റും വരും. അപ്പോൾ ഇത് ഓരോ സൈസ് വ്യത്യാസപ്പെടുന്ന നീളം വീതിയും ഉയരവും മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇതാണ് സൈസ് ഓഫ് ആംഗിൾ പ്ലേറ്റ്. അടുത്ത സ്പെസിഫിക്കേഷൻ ഓഫ് ആംഗിൾ പ്ലേറ്റ്. ആംഗിൾ പ്ലേറ്റ് എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക എന്ന് നോക്കാം. ഉദാഹരണമായിട്ട് സൈസ് 6 ഗ്രേഡ് 1 ബോക്സ് പ്ലേറ്റ് ഇസ് ഡിസിഗ്നേറ്റഡ് ആസ്. നമുക്കുള്ളത് 6ാമത്തെ സൈസാണ്, അതിൽ ഗ്രേഡ് 1 ആണ്, ബോക്സ് ആംഗിൾ പ്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ബോക്സ് ആംഗിൾ പ്ലേറ്റ് 6 ഗ്രേഡ് സൈസ് 6 എന്ന് പറഞ്ഞ സൈസാണ്. ഗ്രേഡ് 1 IS 2623. അപ്പോൾ അതിൽ 6ാമത്തെ ഗ്രേഡ് 1 ആണ്, 6 എന്നുള്ള സൈസാണ്, അതിൻ്റെ IS നമ്പറാണ് 623. അടുത്ത രണ്ടാമത് നോക്കാം. സൈസ് 2 ഗ്രേഡ് 2 ആംഗിൾ പ്ലേറ്റ് വിൽ ബി ഡിസിഗ്നേറ്റഡ് ആസ്. അപ്പോൾ അതിൽ സൈസ് 2 ഗ്രേഡ് 2 എന്നെങ്ങനെ ഡിസിഗ്നേറ്റ് ചെയ്യാം. ആംഗിൾ പ്ലേറ്റ് 2 ഗ്രേഡ് 2 IS 23623 ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെസിഗ്നേഷൻ വരുന്നത്. അപ്പോൾ ആദ്യം ആംഗിൾ പ്ലേറ്റിൻ്റെ പേര് പറയും, രണ്ടാമത്തെ സൈസ് നമ്പർ പറയും, ഗ്രേഡ് പറയും, IS നമ്പർ പറയും. ഇത്രയും കാര്യങ്ങളാണ് ആംഗിൾ പ്ലേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്ത് കെയർ ആൻഡ് മെയിൻ്റനൻസ്. ഒരു ആംഗിൾ പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ക്ലീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ്. എപ്പോഴും ശരിക്കും ക്ലീൻ ചെയ്തിരിക്കണം.
അപ്ലൈ ഓയിൽ ആഫ്റ്റർ യൂസ്. നമുക്കറിയാം ഈ ആംഗിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊടികൾ കൂടി കഴിഞ്ഞാൽ സ്ക്രാച്ച് വരും. അതുകൊണ്ട് എപ്പോഴും സർഫർ പ്ലേറ്റിന് മുകളിൽ ചെറിയ ലെയർ ഓയിൽ ഉണ്ടായിരിക്കണം. ഈ ഓയിലിൻ്റെ മുകളിൽ കൂടിയാണ് എപ്പോഴും നമ്മൾ ആംഗിൾ പ്ലേറ്റ് നീക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ കാര്യമായ ശ്രദ്ധയും പരിചരണവും അതിന് അത്യാവശ്യമാണ്. ഇന്നത്തെ ക്ലാസ് ആംഗിൾ പ്ലേറ്റ്സിനെ കുറിച്ചായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ്.